ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഓണം എക്സാമിൻ്റെ 2023-24 ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് 6 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm? അല്ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് സെയിം ഏരിയ ആൻഡ് ലെങ്ത് 9 cm? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. നോക്കൂ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്ത് 6 cm ആണ് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 3 cm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 6 × 3. അപ്പോൾ എത്ര കിട്ടുന്നത്? 18 cm² എന്ന് കിട്ടും അല്ലേ. cm² എന്നുള്ള യൂണിറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത്ത് 9 cm ആണെന്ന് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടില്ല, ഏരിയ 18 തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് കാണുക? 9 × b = 18 എഴുതാലോ. അതായത് ബ്രെഡ്ത്ത് കാണാൻ എന്താ ചെയ്യുക? അപ്പോൾ 18 / 9 കണ്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടുന്നത്? ബ്രെഡ്ത്ത് = 2 cm എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ ഈസ് ഈക്വൽ ടു 2/5? ബ്രാക്കറ്റിൽ 2/10, 4/10, 5/2, 4/5 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 2/5. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 2/5 ഈക്വൽ ആയിട്ട് തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? 2/10 ആണ്. അപ്പോൾ 2 ഒരു മാറ്റമില്ല, അപ്പോൾ താഴത്തത് മാത്രമായിട്ട് മാറില്ല. അപ്പോൾ 2/10 തെറ്റാണ് അല്ലേ. അടുത്തത് എന്താണ്? 4/10. 2നെ 4 ആവാൻ 2നെ 2 കൊണ്ടല്ലേ ഗുണിച്ചത്. 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 ആവും. അപ്പോൾ താഴെയുള്ള 5നെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 10. അപ്പോൾ 4/10 ഇതിൻ്റെ ആൻസറാണ് അല്ലേ. ശരിയാണ്, ഈക്വലാണ്. അപ്പോൾ 2/5 ഈക്വലാണ് ഏത്? 4/10. അപ്പോൾ ആൻസറായിട്ട് നമുക്കത് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 2/5ൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ള 5നെ ഒന്നുകിൽ 10, 100 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ആക്കണം. അപ്പോൾ 5നെ നമുക്ക് 10 ആക്കാൻ ഈസിയാണ് അല്ലേ. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മുകളിലുള്ള 2നെ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ താഴെയും മുകളിലും 2 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ എത്ര കിട്ടുന്നത്? 2 × 2 4, പിന്നെ 5 × 2 10 ആണ്. അപ്പോൾ 4/10 എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഡെസിമൽ ഫോം ആക്കാമല്ലോ. എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ താഴെ 10 ആയതുകൊണ്ട് ഒരു സ്ഥാനമാണ് മാറ്റി കുത്തിടേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 4ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കുത്തിടുമ്പോൾ 0.4 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 5 added to 2 times a number is 25. എന്നിട്ട് 2 ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. റൈറ്റ് ദ ഇക്വേഷൻ ബൈ ടേക്ക് ദ നമ്പർ ആസ് എക്സ്. സെക്കൻഡ്, ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ എങ്ങനെ എഴുതുക? അപ്പോൾ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യന് അത് ഇക്വേഷനായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പറിന് എക്സ് എന്ന് കൊടുത്താൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? 5 added to 2 times a number എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്പറിൻ്റെ 2 times എന്ന് പറഞ്ഞാൽ 2x അല്ലേ. പിന്നെ അതിക്ക് 5 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2x + 5. അത് എത്രയാണെന്നാണ് പറഞ്ഞത്? = 25. അപ്പോൾ എങ്ങനെ എഴുതുക? 2x + 5 = 25 എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യന്. സെക്കൻഡ് എന്താണ്? ഫൈൻഡ് ദ നമ്പർ. നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. 2x + 5 എന്ന് പറഞ്ഞത് 25 ആണെങ്കിൽ ആ +5നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുക. അപ്പോൾ എന്താവും? അത് -5 ആവും. അപ്പോൾ എങ്ങനെ എഴുതാം? 2x = 25 - 5 എന്ന് എഴുതാം. 25 നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 20 അല്ലേ. അപ്പോൾ 2x എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ആ 2നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും. അപ്പോൾ x = 20 / 2 എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടുന്നത്? 20ൽ എത്ര 2 ഉണ്ട്? 10 അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അതാണ് നമ്പർ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ ABC, AB = AC = 2 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? അതുപോലെ ഇഫ് വി ഡ്രോ എ സ്ക്വയർ വിത്ത് BC ആസ് സൈഡ്, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അപ്പോൾ നോക്കൂ, ചിത്രത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ABയും ACയും 2 cm വീതമാണ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ പൈത്തഗോറസ് തിയറം അനുസരിച്ച് BC² = AC² + AB² ആണല്ലോ. ACയും AB നമുക്ക് എത്രയെന്ന് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് BC കണ്ടുപിടിക്കാം. അപ്പോൾ BC² = 2² + 2² ആണ്. 2² എന്ന് പറഞ്ഞാൽ 4, 4 + 4 8. അപ്പോൾ BC² എന്ന് പറഞ്ഞത് 8 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ BC എത്രയായിരിക്കും? √8 ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് BC എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് √8 എന്നോ അല്ലെങ്കിൽ 2√2 എന്നോ എഴുതാം. കാരണം എന്താണ്? √8 എന്ന് പറഞ്ഞാൽ പിന്നെ 8 എന്ന് പറഞ്ഞാൽ 2 × 4 അല്ലേ. അപ്പം 4√4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ബാക്കി √2 അവിടെ ഉണ്ടാകും. അപ്പോൾ 2√2 എന്ന് എഴുതാൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ √8 എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ.
ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ബി സി ഒരു സൈഡാക്കി വെച്ചിട്ട് ഒരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കും. സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്, എ സ്ക്വയർ, അല്ലെങ്കിൽ വശങ്ങളുടെ സ്ക്വയർ, ഒരു വശത്തിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി അല്ലേ. ഒരു വശം √8 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √8 × √8 എത്രയാണ്, 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഏരിയ = 8 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ഇഫ് എ ലൈൻ ഓഫ് ലെങ്ത് 10 centimeters ഈസ് ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 2:3, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഫസ്റ്റ് പാർട്ട്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഡ്രോൺ വിത്ത് സെക്കൻഡ് പാർട്ട് ആസ് ബേസ് ആൻഡ് ഹൈറ്റ് 4 centimeters? അപ്പോൾ നോക്കൂ, ലെങ്ത്ത് 10 centimeter ആണെന്ന് തന്നിട്ടുണ്ട്, റേഷ്യോ 2:3 ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എത്രയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിന് നമുക്ക് റേഷ്യോ 2:3 എന്നായതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് 2x എന്നും സെക്കൻഡ് പാർട്ടിന് 3x എന്നും കൊടുക്കാം. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയാൽ, അതായത് 2x ഉം 3x ഉം കൂടെ കൂട്ടിയാൽ 10 ആണ് നമുക്കറിയാം. അത് വെച്ച് നമുക്ക് x എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 2x ഉം 3x ഉം കൂടെ കൂട്ടുമ്പോൾ 5x = 10 എഴുതാം. ഇനിയോ അതിന് എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, 5നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുക. അപ്പോൾ എന്താവും, x = 10/5 എന്നാവും. 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നത്, 2 എന്ന് കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എത്രയാണ്, 2x അല്ലേ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എക്സിന് നമ്മൾ 2 എന്ന് കൊടുത്താൽ 2 × 2 അല്ലേ. അപ്പോൾ 2x എന്നുള്ളത് 2 × 2. അപ്പോൾ എത്ര കിട്ടുന്നത്, 4 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 4 centimeter ആണ് എന്ന് ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, സെക്കൻഡ് പാർട്ടിനെ ബേസ് ആക്കി വെച്ചിട്ട് അതിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഹൈറ്റ് 4 centimeter ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് എത്രയാണെന്നും അറിയണം. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താണ്, 3x ആണല്ലേ. അപ്പോൾ 3 × 2 കണ്ടാൽ മതി. 3 × 2 എന്ന് പറയുമ്പോൾ 6 centimeter ആണ് സെക്കൻഡ് പാർട്ട് കിട്ടുന്നത്. ഇനി അത് വെച്ച് നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ബേസ് 6 centimeter ഹൈറ്റ് 4 centimeter ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്, ½ BH അല്ലേ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം. അപ്പോൾ ½ × ബേസ് 6 centimeter ആണ് നമ്മൾ കണ്ടുപിടിച്ചു, ഹൈറ്റ് 4 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ½ × 6 × 4 കണ്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടുന്നത്, 12 square centimeter എന്ന് ആൻസർ കിട്ടും. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/10, അതുപോലെ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/10 + 1/100. അപ്പോൾ നോക്കൂ, അതെങ്ങനെയാണ് എഴുതുക. 1/10 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുമ്പോൾ ഒരു 0 അല്ലേ. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ എന്താ കിട്ടുക, 0.1 എന്ന് കിട്ടും അല്ലേ, 0.1 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ, 1/10 + 1/100 പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ. അപ്പോൾ 1/10 എന്ന് പറയുന്നത് എന്താണ്, 0.1 ആണ് നമുക്കറിയാം. 1/100 എത്രയാണ്, 0.01 ആണ് അല്ലേ. 2 സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം മേലെ. അപ്പോൾ 1ൻ്റെ ഇപ്പുറത്ത് ഇതില്ലാത്തതുകൊണ്ട് നമ്മളൊരു 0 ഇട്ടിട്ട് അപ്പോൾ 0.01 എഴുതേണ്ടത്. അപ്പോൾ പിന്നെ 0.1ഉം 0.01ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്നത്, 0.11 കിട്ടും അല്ലേ. 0.11 നമുക്കതിന് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ 1/10ഉം 1/100ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ പിന്നെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയാലും മതി. എങ്ങനെ അത് ആഡ് ചെയ്യാന്ന് അറിയില്ലേ. ഒന്നെങ്കിൽ നമുക്ക് LCM കണ്ടിട്ട് അത് താഴെ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിൽ എഴുതുക, താഴെ അതിനെ 10 100 കൂടെ ഗുണിച്ചിട്ട് അങ്ങനെ എഴുതാം അല്ലേ. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 100 100, പിന്നെ 1 × 10 10. അപ്പോൾ 100ഉം 10ഉം കൂടെ കൂട്ടുക മുകളിലത്തത്, പിന്നെ ന്യൂമറേറ്റർ ആയിട്ട്. അപ്പോൾ 100ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ 110 എന്ന് കിട്ടും. പിന്നെ താഴെ 10 × 100, അപ്പോൾ 1000 എന്ന് കിട്ടും. അപ്പോൾ 110/1000. 110നെ 1000 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. അപ്പോൾ എന്തായി, 0.110 എന്നാവൂലേ. അപ്പോൾ 0.11 എഴുതിയാൽ മതി. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 centimeters. പിന്നെ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 4 centimeter മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതുപോലെ ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ നോക്കൂ, പെരിമീറ്റർ 40 centimeter ആണ് തന്നിട്ടുണ്ട് അല്ലേ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 2 × L + B എന്നാണ്. അപ്പോൾ 2 × L + B എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ L + B കാണാലോ. എന്താ ചെയ്യുക, ആ 2നെ നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും. അപ്പോൾ L + B = 40 / 2 എന്ന് എഴുതാം. 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും, 20 എന്ന് കിട്ടൂലേ. അപ്പോൾ L + B = 20 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലേ.
അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ബ്രിഡ്ത്ത് എക്സ് എന്ന് കൊടുത്താൽ ലെങ്ത്ത് അതിനേക്കാളും 4 കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രിഡ്ത്തിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ലെങ്ത്തിന് നമുക്ക് x+4 എന്നും കൊടുക്കാം. പിന്നെ L+B = 20 ആണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു അല്ലേ. ഇനി ആ എല്ലിനും ബിക്കും പകരം ലെങ്ത്തിനും ബ്രിഡ്ത്തിനും നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എക്സും x+4 കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും, x+4 + x = 20 എന്ന് എഴുതാലോ. ഇനി നോക്കൂ, അതിൽ എക്സും എക്സും കൂടെ കൂട്ടി എഴുതാം. അപ്പോൾ എത്ര കിട്ടുക, 2x + 4 = 20 എന്ന് എഴുതാം അല്ലേ. ഇനി +4 നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകണം. അപ്പോൾ -4 ആവും. അപ്പോൾ 2x = 20 - 4. 20 4 കുറച്ചാൽ എത്ര കിട്ടുന്നത്, 16 എന്ന് കിട്ടില്ല. അപ്പോൾ 2x എന്ന് പറയുന്നത് 16 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും, 16/2 കണ്ടാൽ മതി. അപ്പോൾ 8 എന്ന് കിട്ടും. എന്താണ് x എന്ന് പറയുന്നത്, ബ്രിഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ബ്രിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് എത്രയായിരിക്കും, ലെങ്ത്ത് എന്ന് പറയുന്നത് x+4 അല്ലേ. x 8 ആണെങ്കിൽ x+4 എത്രയായിരിക്കും, 8 + 4 അല്ലേ. 8ഉം 4ഉം കൂടെ കൂട്ടിയാൽ 12 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. അപ്പോൾ ബ്രിഡ്ത്ത് 8 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ വിത്ത് ബേസ് 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക, നമുക്കറിയാം ബേസ് 8 സെൻറ്റിമീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, AB എന്ന് പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കുക. അത് 8 സെൻറ്റിമീറ്ററിൽ AB വരച്ചു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും, അതിന് 2 വശവും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, AB എന്ന് പറഞ്ഞ ആ ഒരു ലൈനിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. സെൻറ്ററിൽ കൂടെ ഒരു ലൈന് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, AB എന്ന് പറഞ്ഞ ആ ഒരു ലൈനിൻ്റെ പകുതിയിലധികം നീളം കോമ്പസിൽ എടുത്തിട്ട് മുകളിലും താഴെയും A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും B എന്ന് പറഞ്ഞ പോയിന്റിലും വെച്ചിട്ട് ഓരോ ആർക്ക് മുകളിലും താഴെയും വരക്കണം. ഇനി നമ്മൾ ആ 2 ആർക്കും കൂടെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ നോക്കൂ, AB എന്ന് പറഞ്ഞ ഒരു ലൈനില്ലേ, നമ്മൾ ആദ്യം വരച്ച ABക്ക് ഒരു മിഡ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ആ ഒരു മിഡ് പോയിന്റിൽ വെച്ചിട്ടാണ് ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഹൈറ്റ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്, 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ആ മിഡ് പോയിന്റിൽ വെച്ചിട്ട് ആ ഒരു ലൈനിൽ ആ ഒരു നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചില്ലേ, അതിന്മേൽ ഒരു ആർക്ക് വരച്ചു കൊടുക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വരച്ചിട്ട് എന്ത് ചെയ്യണം, എയിൽ നിന്നും നമ്മൾ ആ പുതുതായി വരച്ച ആർക്കിലേക്ക് ഒരു വര വരച്ചു കൊടുക്കുക, ബിയിൽ നിന്നും പുതുതായി വരച്ച ആർക്കിലേക്ക് ഒരു വര വരച്ചു കൊടുക്കുക. ഇപ്പോൾ എന്തായി, നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ABC ഈസ് 4 സെൻറ്റിമീറ്റേഴ്സ്. എ സ്ക്വയർ DEFC ഈസ് ഡ്രോൺ വിത്ത് CD ആസ് സൈഡ്. What is the length of AD? What is the length of CD? Find the area of square DEFC. ഇപ്പോൾ നോക്കൂ, എന്താ പറഞ്ഞിട്ടുള്ളത്, ABC എന്ന് പറഞ്ഞ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AB എന്ന് പറഞ്ഞ സൈഡും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് AD എത്രയാണെന്നാണ്. AD കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആ CD എന്ന് പറഞ്ഞത് ആ ABൻ്റെ പെർപെൻഡിക്കുലർ ആണ്, അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് D എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AD എത്രയായിരിക്കും, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, CD എത്രയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കൂ, ADC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. D എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നു. CD എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, CD സ്ക്വയർ = AC² - AD² ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, AC എന്ന് പറയുന്നത് 4 ആണ്, AD എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ AC² എന്ന് പറയുമ്പോൾ 4A², AD² പറയുമ്പോൾ 2A². അപ്പോൾ 4A² - 2A² അല്ലേ. 4A² എന്ന് പറഞ്ഞാൽ 16, 2A² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 16 നിന്ന് 4 കുറക്കുമ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ CD² ആണ് 12. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CD എത്രയാണ്, √12 ആണ്. ഇനി √12 എന്നല്ലെങ്കിൽ നമുക്കതിനെ കുറച്ചുകൂടെ ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം, ഈ √12 എന്നുള്ളതില്ല, 12 എന്നുള്ളതിനെ നമുക്ക് 4 × 3 എന്ന് എഴുതാലോ. അപ്പോൾ 4ൻ്റെ റൂട്ട് എന്താണ്, 2 ആണ്. അപ്പോൾ പിന്നെ 3ന് റൂട്ടിൽ അറിയാത്തതുകൊണ്ട് നമുക്ക് √3 എന്ന് തന്നെ എഴുതാം. അപ്പോൾ 2 √3 എന്ന് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ √12 എന്ന് തന്നെ എഴുതിയാലും ഓക്കെ ആണ്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്ക്വയർ DEFC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു DEFC എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഒരു സൈഡ് എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ, എന്താണ്, √12 ആണ്. അപ്പോൾ √12ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി, അതായത് √12 × √12 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ എത്രയാണ് ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ, എത്രയാണ്, √12 × √12, അതായത് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.